എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നവർ പറഞ്ഞു പഠിച്ച് മനസ്സിലാക്കി തരുന്നു. കുട്ടി ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അവന്റെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഇമേജുകൾ, ആ ഇമേജുകൾക്കനുസരിച്ച് കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഇമേജുകളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ആ ഇമേജുകൾ എന്താണ്? ഏത് രൂപത്തിലാണ് നമ്മുടെ തലച്ചോറിനെ പ്രവർത്തനക്ഷമമാക്കുന്നത്? നമ്മൾ കരുതും നമ്മൾ അർദ്ധനഗ്ന രംഗങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ഷൻ ത്രില്ലറുകൾ കാണുന്നില്ല. പക്ഷേ ടെലിവിഷൻ എന്ന വസ്തു, അതിലൂടെ കടന്നു വരുന്ന പരസ്യങ്ങൾ എന്ന അഡ്വർടൈസ്മെന്റ് എന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ഇന്നൊരു ശാസ്ത്രമാണ്. മാർക്കറ്റിംഗ് ഇന്നൊരു സയൻസാണ്. ബിസിനസ് സ്കൂളുകളിൽ ശക്തമായി പഠിപ്പിക്കുന്ന സയൻസ്. മാർക്കറ്റിംഗിന്റെ ഏറ്റവും അടിത്തറ അഡ്വർടൈസ്മെന്റ് ആണ്. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ആ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു കേവലം സോഫ്റ്റ് സയൻസ് മാത്രമല്ല, അതൊരു ഹാർഡ് സയൻസ് തന്നെയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് ഈ അടുത്ത് രൂപപ്പെട്ട മറ്റൊരു ശാസ്ത്രശാഖയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിനകത്തേക്ക് വസ്തുക്കളെ അടിച്ചു കയറ്റുന്നത് എങ്ങനെ എന്ന് നേരത്തെ പറഞ്ഞ FMRI പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിനെ കുറിച്ച് പഠിച്ച്, ഒരു പ്രത്യേക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള തലച്ചോറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ച്, ആ തലച്ചോറിലേക്ക് ഒരു പ്രത്യേക പ്രോഡക്റ്റിനെ എങ്ങനെ അടിച്ചു കയറ്റാമെന്ന് ഗവേഷണം ചെയ്യുന്നതിന്റെ പേരാണ് ന്യൂറോ മാർക്കറ്റിംഗ്. ആ ന്യൂറോ മാർക്കറ്റിംഗിന്റെ ഗവേഷണം ചെയ്യുന്ന ഒരുപാട് ന്യൂറോളജിസ്റ്റുകളുണ്ട്. ആ ന്യൂറോളജിസ്റ്റുകൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്, കൃത്യമായി പഠനം നടത്തി ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ടാണ് എങ്ങനെ പരസ്യങ്ങൾ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പരസ്യങ്ങൾ നിർമ്മിക്കുകയും ആ പരസ്യങ്ങൾ വഴി വസ്തുക്കളെ നമ്മളുടെ തലച്ചോറിനകത്തേക്ക് മുദ്രീകരണം നടത്തുകയും ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിംഗ് എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രശാഖയുടെ പ്രധാനപ്പെട്ട പണി. അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് ഡോക്ടർ സട്ട് ഹള്ളി എന്ന് പറയുന്ന അമേരിക്കൻ അഡ്വർടൈസിംഗ് രംഗത്തെ മാർക്കറ്റിംഗ് രംഗത്തെ വിദഗ്ധൻ പറഞ്ഞത്, അഡ്വർടൈസ്മെന്റ് ഈസ് ദ റിലിജിയൻ ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്തത്തിന്റെ മതമാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്വർടൈസ്മെന്റിലൂടെ രണ്ടു ദൂരത്തിൽ കുട്ടികളുടെ ധാർമ്മികതയെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ വിഷയവുമായി അതാണ് ബന്ധപ്പെടുന്നത്. മറ്റതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വേറെ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് കുട്ടികളുടെ ധാർമ്മികതയെ തകർക്കുന്നത്? അഡ്വർടൈസ്മെന്റിന്റെ ലോകത്ത് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡിംഗ് ആണ് ഒന്നാമതായി. ഒരു വസ്തുവിനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, തൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്രാൻഡ് പുതിയ തലമുറയുടെ അത് ഉപയോഗിക്കുവാൻ ആവശ്യമില്ലാത്ത ആളുകളുടെ അടക്കം തലച്ചോറിലേക്ക് അടിച്ചു കയറ്റേണ്ടതുണ്ട്. അത് അടിച്ചു കയറ്റണമെങ്കിൽ ആ വസ്തുവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ മതിയാകും. സാധാരണഗതിയിൽ ഒരു വസ്തുവിന്റെ ഗുണഗണങ്ങൾ, കോൾഗേറ്റിനെ കുറിച്ച് അത് പല്ല് തേച്ചാൽ പല്ലിന് വെണ്മയുണ്ടാകുമെന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് വാങ്ങും ആളുകൾ. ഒന്നാമത്തെ വസ്തുവിനെ മാത്രം. കോൾഗേറ്റിന് പകരം ഒരു ക്ലോസപ്പ് വരുമ്പോൾ അവിടെ ഒരേ ഗുണമാണ് രണ്ടിനും. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിന് പകരം മറ്റേ വസ്തു അടിച്ചു കയറ്റപ്പെടുകയില്ല. അത് അടിച്ചു കയറ്റപ്പെടണമെങ്കിൽ അതോടൊപ്പം മനുഷ്യ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് അതിനേക്കാൾ ശക്തമായി, അതിന്റെ ഗുണത്തേക്കാൾ ശക്തമായി കയറാൻ പറ്റുന്ന മറ്റൊരു ചേരുവ വേണം. അവിടെയാണ് പെണ്ണിന്റെ തൊലി കടന്നു വരുന്നത്, പെണ്ണിന്റെ നഗ്നത കടന്നു വരുന്നത്, പെണ്ണിന്റെ അർദ്ധനഗ്നത കടന്നു വരുന്നത്. പെണ്ണില്ലാത്തൊരു പരസ്യവുമില്ല എന്നത് ഇന്നത്തെ ഒരു പ്രതിഭാസമാണ്, ഒരു വസ്തുതയാണ്. ഇത് എന്തിനു വേണ്ടി? മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ തലച്ചോറിനകത്തേക്ക് വസ്തുക്കളെ അടിച്ചു കയറ്റുന്നതിനു വേണ്ടിയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് രംഗത്തെ വിഷയങ്ങൾ നമുക്ക് വേറെ പഠിക്കേണ്ടതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് രണ്ടു രൂപത്തിൽ കുട്ടികളെ ഇത് ബാധിക്കുന്നു. ഒന്നാമത്തേത് കുട്ടി മനസ്സിലാക്കുന്ന ധാർമ്മികത എന്ന് പറഞ്ഞാൽ, കുട്ടി മനസ്സിലാക്കുന്ന 3 വയസ്സ് വരെയുള്ള കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ പരസ്യങ്ങളും
പരസ്യത്തിനോടനുബന്ധിച്ച് കടന്നു വരുന്ന പെണ്ണുങ്ങളുടെ വസ്ത്രവും അതോടനുബന്ധിച്ച് കടന്നു വരുന്ന മ്യൂസിക്കും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ആ സർഗലയങ്ങളുടേതായ അതിസുന്ദരം എന്ന് പറയുന്ന എല്ലാവിധത്തിലുമുള്ള ബാക്ക് ഡ്രോപ്പുകളോടുകൂടി നടത്തപ്പെടുന്ന എല്ലാ രൂപത്തിലും മനസ്സുകൾക്കകത്തേക്ക് അടിച്ചു കയറ്റുവാൻ വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു ലോകമില്ലേ, ഒരു സങ്കല്പ ലോകം. അതാണ് യഥാർത്ഥ ലോകമെന്ന് കുട്ടി അറിയുന്നു, മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മനസ്സിലേക്ക് ഉപഭോഗ ജ്വരവും കടന്നു ചെല്ലുകയായി. ഉപഭോഗ ജ്വരം, വസ്തുവിനെ മാത്രം, ചരക്കിനെ മാത്രം മൂല്യമായി കാണുന്ന ഒരു തലമുറ. എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ. സാധനങ്ങൾ വാങ്ങാൻ, കുറെ വാങ്ങിക്കൂട്ടുവാൻ, അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ. ആ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്റെ തടി പോലും വിൽക്കുവാൻ സന്നദ്ധമാകുന്ന ഒരു തലമുറ അല്ലേ നമ്മൾ കാണുന്നത്? അതല്ലേ? എന്തിനു വേണ്ടി കീഴരൂർ? എന്തുണ്ടായി ഓരോ കേരളത്തിലെ നമ്മളറിഞ്ഞ പീഡന കേസുകൾ മുഴുവനും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പീഡന കേസുകളിൽ മുഴുവനും ഉണ്ടാകുന്നത് എന്തുണ്ടാകുന്നു? എന്തേ പട്ടിണി കൊണ്ട് വേശ്യാവൃത്തിക്ക് പോയതായിരുന്നു ആ കുട്ടികൾ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരുന്നു ആ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയത്? നമുക്കവരെ കുറിച്ച് സാധിക്കാം. പക്ഷേ അവർ പുറത്തേക്കിറങ്ങിയത് വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനുള്ള ജ്വരത്തിന്റെ, ആ ജ്വരത്തെ അതിസുന്ദരമായി സെക്സ് റാക്കറ്റുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടായിരുന്നു. വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക, അത് മാത്രം ധർമ്മമായി കാണുന്ന ഒരു തലമുറയുണ്ടാകുന്നു. ഇത് പറയുന്നത് നമ്മളാരുമല്ല. ആ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ മാർക്കറ്റിംഗ് വിഭാഗം തലവൻ ആയ ചാൾസ് ക്രോത്തമ്മർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് വിദഗ്ധൻ, അദ്ദേഹം പറയുന്നത് ഈ കൾച്ചർ, ഈ മാർക്കറ്റിംഗിന്റെ കൾച്ചർ യഥാർത്ഥത്തിൽ കൾച്ചർ ഓഫ് നാർസിസിസമാണ് എന്നാണ്. ആത്മാരാധനയുടെ സംസ്കാരം. ഞാനും എന്റെ കെട്ടിയോനും തട്ടാനും മതി എന്ന് പണ്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ടല്ലോ, ഏകദേശം അതേ സംസ്കാരം. കെട്ടിയോനില്ലെങ്കിലും വേണ്ടില്ല, തട്ടാനില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ മാത്രം മതിയെന്നും, ആ കെട്ടിയോനെയും തട്ടാനെയും ഞാനുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാൻ കഴിയുമെന്നും കരുതുന്ന, കെട്ടിയോനില്ലെങ്കിലും പണമുണ്ടെങ്കിൽ ആസ്വദിക്കാൻ എനിക്ക് കഴിയുമെന്ന് കരുതുന്ന പുതിയ തലമുറ. ഇതിന് മുഴുവനും കാരണം ഈ അടിസ്ഥാന ധാർമ്മികതയിൽ വന്നുപോയ പിഴവുകളാണ്. ആ പിഴവുകൾ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം, ആ പിഴവുകൾ തിരുത്താൻ നാം സന്നദ്ധമാകാത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെയാണ് മുസ്ലിങ്ങൾക്ക് നേരെ, മുസ്ലിം സ്ത്രീക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് മാർക്കറ്റിംഗ് ലോകത്ത് ഒരു വിഷയമായത് മുതൽ ഇസ്ലാമിന്റെ സ്ത്രീയും ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രവും ഏറെ ആക്ഷേപിക്കപ്പെടുകയും ഏറെ എതിർക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇസ്ലാമിലെ സ്ത്രീ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് മുൻപും. പക്ഷേ ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം ഈ ആധുനിക കാലഘട്ടത്തിലൊടിച്ച് ഈ രൂപത്തിൽ വൃത്തികെട്ടതായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം ഈ ആധുനിക കാലഘട്ടത്തിൽ 980-കൾക്ക് ശേഷമല്ലാതെ ഇത്ര മോശമായി അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രം സ്ത്രീയുടെ എല്ലാ രൂപത്തിലുമുള്ള അവകാശങ്ങളുടെ നിഷേധമായി 980-കൾക്ക് മുൻപ് ഈ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. 980-കൾ മാർക്കറ്റിംഗ് ലോകത്തെ ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്. അക്കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മാർക്കറ്റിംഗിന്റെ കള്ളക്കണ്ണുകൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല എന്നും, സെക്സ് റാക്കറ്റുകൾക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യമല്ല എന്നും കൃത്യമായി അറിയുന്നവരാണ് ഈ രംഗത്തെ വിദഗ്ധന്മാർ. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീ, അവളുടെ വസ്ത്രം അതവർക്ക് പ്രശ്നമായി തീരുന്നു. എന്തേ കന്യാസ്ത്രീയുടെ വസ്ത്രം പ്രശ്നമാകാത്തത്? കന്യാസ്ത്രീ ജീവിക്കുന്നവളല്ല, മരിക്കുന്നവളാണ്. അവൾ ജീവിതത്തെ നിഷേധിച്ചവളാണ്. അവൾ ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മഠങ്ങളിലേക്ക് ഉൾവലിഞ്ഞവളാണ്. അവളുടെ തടിയിൽ ഇനി കച്ചവടത്തിന് സ്ഥാനമില്ല, അവളുടെ ശരീരത്തിൽ ഇനി കച്ചവടത്തിന് അവസരമില്ല. അതേസമയം മുസ്ലിം സ്ത്രീ അതല്ല, അവൾ പച്ചയായ സ്ത്രീയാണ്. അവളുടെ ശരീരം കച്ചവടം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവളുടെ ശരീരത്തെ ഉപയോഗിച്ച് പണമുണ്ടാക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ രൂപത്തിൽ ഉള്ള
അവൾ നിന്നു കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണമെങ്കിൽ തീർച്ചയായും മാർക്കറ്റിംഗ് നടക്കേണ്ടതുണ്ട്. അവളെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവളുടെ തൊലിപ്പുറം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ. അതിന് കഴിയണമെങ്കിൽ ഈ വസ്ത്രത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടേ പറ്റൂ. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം ആധുനിക മാർക്കറ്റിങ്ങിന് അനുയോജ്യമല്ല എന്നതുകൊണ്ട് തന്നെ അത് വലിച്ചു കീറാതെ മാർക്കറ്റിങ്ങിന്റെ കള്ളക്കണ്ണുകൾക്ക് അവളുടെ തൊലിപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ആ വസ്ത്രത്തെ സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട കുറേ സത്യങ്ങളുണ്ട്. ഇന്ത്യ രാജ്യം ഒരു ഉപഭോക്തൃ രാഷ്ട്രമായി തീരുന്നത് 990-കൾക്ക് ശേഷമാണ്. 2000-ആയപ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാഷ്ട്രങ്ങളിലൊന്നായി, 3-ാം ലോകത്തെ ഏറ്റവും വലിയ ഉപലോക രാഷ്ട്രങ്ങളിലൊന്നായി ഇന്ത്യ രാജ്യം മാറി. അതോടുകൂടി ഇന്ത്യയിൽ നിന്ന് സൗന്ദര്യ റാണിമാരുടെ ഒരു പട തന്നെ ലോകത്തിന്റെ നെറുകയിലേക്ക് കയറുന്നത് കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യയിൽ നിന്ന് സൗന്ദര്യ റാണിമാർ, അതുവരെയുണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെട്ടു. പഴയ സൗന്ദര്യ സങ്കല്പ പ്രകാരം യൂറോപ്പായിരുന്നു സൗന്ദര്യത്തിന്റെ കേദാരം. ആ യൂറോപ്പിലെ സൗന്ദര്യ റാണികൾക്ക് പകരം അത് ഇന്ത്യ രാജ്യത്തിലെ സൗന്ദര്യ റാണികൾക്ക് ലോക സുന്ദരി പട്ടങ്ങൾ ലഭിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക്, നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സുകൾക്കകത്തേക്ക് സുഷ്മിതാ സെന്നിനെയും ഐശ്വര്യ റായിയെയും അടിച്ചു കയറ്റുമ്പോൾ അവരെ പോലെയാകുവാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ബാക്കി പത്രമാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മുഴുവനും തന്നെ. അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മുഴുവനും ഇന്ത്യക്കാരായ സാധാരണക്കാരായ ആളുകളെ ഉപഭോഗ ജ്വരമുള്ളവരാക്കി അവർക്കാവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവരെ ഉപയോഗിച്ച്, ഇവരുടെ തൊലി വെളുപ്പ് ഉപയോഗിച്ച് വളരെ സമർത്ഥമായി തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുവാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഒരാൾക്കും അറിയാത്ത ടെന്നീസിൽ നിന്ന് മുസ്ലിം ലോകത്ത് നിന്ന് ഒരു താരം ഉദിച്ചുയർന്നത് നമ്മൾ അറിഞ്ഞതാണ്. എന്ത് ആ താരത്തിന്റെ സവിശേഷത? മുസ്ലിം ലോകത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നുണ്ടായ ടെന്നീസ് താരത്തിന് ടെന്നീസിനെ കുറിച്ച് മുസ്ലിം യുവാക്കൾക്കോ യുവതികൾക്കോ അറിയാത്തൊരു സമയത്ത് പോലും ടെന്നീസ് അവരുടെ ജ്വരമായി തീരുകയാണ്. കഴിഞ്ഞില്ല. അവരുടെ സവിശേഷത ഹജ്ജിന് പോകുമ്പോൾ അവർ മുഖവും മുൻകൈയും മാത്രം കാണിക്കുന്ന വസ്ത്രമിടുന്നു എന്നതാണ്. ആ ഹജ്ജിന് പോകുന്ന ചിത്രം ഫ്രണ്ട് പേജിൽ തന്നെ പത്രം കൊടുക്കുമ്പോൾ അതിന്റെ സ്പോർട്സ് പേജിൽ ശരീരത്തിലെ സകല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് സ്പോർട്സിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അതേ സാനിയ മിർസയെ നമ്മൾ കാണുന്നു. മുസ്ലിങ്ങൾക്കുള്ള മെസ്സേജാണ്. മെസ്സേജ് മുസ്ലിം സ്ത്രീക്ക് ഇങ്ങനെയാകണം പെണ്ണ്. ആരാധനക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോ നീ മറച്ചോ, പക്ഷെ പുറത്തിറങ്ങുമ്പോ ഇതായിക്കോ. ഇവിടെയാണ് പുതിയ തന്ത്രങ്ങൾ കടന്നു വരുന്നത്, വളരെ സമർത്ഥമായ തന്ത്രങ്ങൾ. ഈ സെക്സ് റാക്കറ്റിലേക്ക് കടന്നു പോകാൻ, ഈ തോന്നിവാസത്തിന്റെ മാർക്കറ്റിംഗ് സംസ്കാരത്തിന് മുന്നിൽ ഇസ്ലാം അവൾക്ക് തടയിടുന്നുവെങ്കിൽ അവിടെ കോംപ്രമൈസിന്റെ സിദ്ധാന്തങ്ങളുമായി വളരെ സമർത്ഥമായി നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനകത്തേക്ക് ഈ പരസ്യ മാർക്കറ്റ് കടന്നു ചെല്ലുകയാണ്. ഉപഭോഗ ജ്വരമുള്ളവരാക്കി അവരെ തീർക്കുകയാണ്. ആ ഉപഭോഗ ജ്വരമാണ് ജീവിതത്തോടുള്ള നിഷേധം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. ജീവിതത്തെക്കുറിച്ച് ഒരു TV കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവിക്കണം? ഒരു TV കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ എന്നും കാണുന്ന സീരിയൽ കാണുന്ന സ്വാതന്ത്ര്യം എനിക്കില്ലെങ്കിൽ ഞാനങ്ങ് മരിക്കട്ടെ. തീരുമാനിക്കുന്നത്